GST മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ TV അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും GST. രാജ്യത്ത് പരിഷ്കരിച്ച GST നിരക്കുകൾ പ്രാബല്യത്തിൽ അവശ്യവസ്തുക്കൾക്ക് വില കുറയും, സാധാരണക്കാരന് ആശ്വാസം. വിലക്കുറവിന്റെ പ്രയോജനം ജനങ്ങളിലെത്തിക്കാൻ വിപണിയിൽ കർശന നിരീക്ഷണമുണ്ടാകും. സേവന നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നു. 5, 18, 40% GST സ്ലാബുകൾ മാത്രമാണ് ഇനി ഉണ്ടാകുക. 99% സാധനങ്ങളും 5% സ്ലാബിലാകും വരികയെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. 413 ഉൽപ്പന്നങ്ങളുടെ വില കുറയും. 48,000 കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ബിസ്ക്കറ്റിനും സോപ്പിനും നെയ്യിനും വെണ്ണയ്ക്കും മുതൽ കാറുകൾക്ക് വരെ ബമ്പർ വിലക്കുറവായിരിക്കും. വാഹനരംഗത്ത് മാരുതി, ടാറ്റ, ഹ്യുണ്ടായി, കിയ, സ്ക്വാഡ തുടങ്ങിയ കമ്പനികളും വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചു. ആഡംബര ഉൽപ്പന്ന സേവനങ്ങൾക്കും സിഗരറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കും 40% എന്ന പ്രത്യേക സ്ലാബുമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ലോട്ടറിയുടെ GST കൂട്ടിയെങ്കിലും ടിക്കറ്റിന്റെ വില കൂട്ടില്ല. ലോട്ടറി GST 28% നിന്ന് 40% കൂടിയത്. പലചരക്ക്, വളം, പാദരക്ഷ, തുണിത്തരങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുതൽ താങ്ങാനാവുന്നതിലേക്ക് മാറാൻ പോകുകയാണ്. ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് പോളിസികൾ, 33 ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയുടെ GST ഒഴിവാക്കിയിട്ടുണ്ട്. വിലക്കുറവ് സംബന്ധിച്ച കർശന നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. കമ്പനികൾ വിലക്കുറവിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. GST പരിഷ്കരണം ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് ഗുണകരമാകുമെന്നാണ് പൊതുവിലയിരുത്തൽ. അതേസമയം GST പരിഷ്കരണത്തിൽ ജനങ്ങൾക്കിടയിൽ സമ്മിശ്ര അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. GST നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണിപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. സാധാരണക്കാരന് ഏറ്റവും വലിയ പ്രയോജനമാണ് ഈ GST പരിഷ്കരണത്തിലൂടെ ലഭ്യമാകുന്നത്. കേരള ധനകാര്യ വകുപ്പ് ഈ പരിഷ്കരണത്തെക്കുറിച്ച് പല ആശങ്കകളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. സർക്കാരിന് വരുമാനത്തിലൊക്കെ വളരെ കുറവ് സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ആശങ്കകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ഇത് വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. അവരുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. എൻ്റെ അഭിപ്രായം, ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ കുറച്ചുകൂടി ബഡ്ജറ്റ് കുറച്ചും കൂടി നല്ല രീതിയിലുള്ളൊരു തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറഞ്ഞു. അതേപോലെ തന്നെ മനുഷ്യന് ഇപ്പോൾ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മെഡിസിൻ. അപ്പോൾ അതിൻ്റെ വിലയും കുറഞ്ഞെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് ഒരു നല്ലൊരു തീരുമാനമാണ്. ഈ ആരോഗ്യ ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാർക്കും പ്രീമിയം കൂടുതലായതുകൊണ്ട് പോളിസീസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ GST ഒഴിവാക്കിയതുകൊണ്ട് സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ പ്രീമിയത്തിൽ കുറവ് വരുന്നുണ്ട്. അപ്പോൾ 18% വരുന്ന നിലവിലുണ്ടായിരുന്ന GST അത് 0% ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ഇപ്പോഴും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പെനട്രേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കുറവാണ്. ഒരുപാട് പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നൊരു നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ പരമാവധി എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, അവരുടെ ഫ്യൂച്ചർ അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും സേഫ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഉണ്ടായിരുന്ന പ്രീമിയത്തിൽ നിന്ന് 18% കുറഞ്ഞു. അപ്പോൾ ആവറേജ് ലൈക്ക് ഒരു 40,000 രൂപ വരുന്ന പോളിസി ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപയിൽ അതിൽ ഡിഫറൻസ് വന്നു. അപ്പോൾ 30,000 രൂപയായിട്ട് കുറഞ്ഞു. GST വാങ്ങിക്കൊണ്ട് സംസ്ഥാനത്തിന് കിട്ടുന്ന GST പോലും കേന്ദ്രം വാങ്ങിക്കുന്നതായിട്ടാണ് നമ്മുടെ സംസ്ഥാന മന്ത്രിമാരും വിദഗ്ധ സമിതി അംഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വില കുറയ്ക്കുന്നത് കൊണ്ട് സംസ്ഥാനത്തിന് കിട്ടുന്നത് GSTയുടെ വീതം കൂടി കിട്ടിയാലാണ് നമ്മുടെ കേരളത്തിന് ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. സാധാരണക്കാരന് വില കുറച്ച് കിട്ടുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ നിങ്ങളിൽ കൂടിയാണ് ഇത് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം കേരളത്തിന് ജനങ്ങൾക്ക് കിട്ടുന്ന ഈ ഗുണം സംസ്ഥാനത്തിനും കൂടി കിട്ടുന്ന രീതിക്ക് വന്നാലാണ് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഗുണം കിട്ടൂ എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. ഇത് നല്ല കാര്യമാണ്. GST എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനാണെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വില കുറയുമെന്നാണ് പറയുന്നത്. ഓട്ടോറിക്ഷയ്ക്കാണ്ട് 10-30,000 രൂപയോളം കുറയാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ TV, സാധാരണക്കാർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങൾക്കും വില കുറയും. പ്രത്യേകിച്ച് മരുന്നിനൊക്കെ ആണ്ട് 100 രൂപയ്ക്ക് 15 രൂപ 20 രൂപ വരെ കുറയുമെന്നാണ് പറയുന്നത്. ക്യാൻസർ രോഗികളുടെ ഈ വില കൂടിയ മരുന്നുകൾക്കൊക്കെ ഒത്തിരി വില കുറവുണ്ടാകുമെന്ന് പറയുന്നു. നല്ല കാര്യം. എനിക്ക് അത്ര വലിയ ഗുണം തോന്നിയിട്ടൊന്നുമില്ല. അത്യാവശ്യം വല്ല ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കൂടുതൽ
ഇലക്ട്രോണിക് സാധനങ്ങൾ, അങ്ങനെയുള്ള ടി വി, ഫ്രിഡ്ജ്, അങ്ങനത്തെ പിന്നെ 4 വീലർ 2 വീലർ ഇതൊക്കെയല്ലേ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡെയിലി ഉള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ അതിലും ഒരു ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ. അതിൽ വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ ഒരുപാട് പ്രോബ്ലം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ GST കാരണം നമുക്ക് സെയിലൊന്ന് എന്നുവെച്ചാൽ ഔട്ട്ലെറ്റിൽ ഒരു മാർക്കറ്റ് ഫീൽഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ ബിസിനസ് ഈ 1 മന്ത് ആയിട്ട് നല്ല അടിയാണ്. GST പരിഷ്കരണത്തിന്റെ ആദ്യ ദിനം ജനങ്ങൾക്കിടയിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ആശങ്കകൾ പരിഹരിക്കണമെന്നും ജനങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ നേട്ടങ്ങൾ അറിയാൻ വേണ്ടി. ക്യാമറമാൻ ബേസിലിനോടൊപ്പം വിവേക് കീർത്തി, മൈഫിൻ TV, കൊച്ചി.